നമസ്കാരം. മെഡി ടി വിയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രായഭേദമന്യേ സർവ്വസാധാരണമായി ഇന്ന് കണ്ടുവരുന്ന ഒന്നാണ് മുട്ടുവേദന. അതിനെക്കുറിച്ച് സംസാരിക്കാനായി കൊച്ചി കുമാർ സെൻറ്റർ ഫോർ പെയിൻ ആൻഡ് ന്യൂറോ കെയറിലെ ഫിസിക്കൽ മെഡിക്കൽ കൺസൾട്ടൻറ്റ് ഡോക്ടർ ശശികുമാർ ഇന്ന് നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നു. നമസ്കാരം സാർ. മുട്ടുവേദനയുടെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പങ്കുവെക്കാമോ സാർ? അതിരെ പറഞ്ഞ പോലെ മുട്ടുവേദന വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ്. പ്രത്യേകിച്ചും യുവജനങ്ങൾ മുതൽ, അത് കുട്ടികൾ മുതൽ ഏറ്റവും വയസ്സായ ആൾക്കാർ വരെ അനുഭവിക്കപ്പെടാവുന്ന ഒരു സംഗതിയാണ് മുട്ടുവേദന. മുട്ടുവേദനയെക്കുറിച്ച് പറയുമ്പോൾ മുട്ടിൻ്റെ അനാറ്റമിയെക്കുറിച്ച് പറയുന്നത് കുറച്ചുകൂടെ നമുക്കതിനെക്കുറിച്ച് ഒരു ഗ്രാഹ്യം ഉണ്ടാകുവാനായിട്ട് സഹായിക്കും. മുട്ടിൻ്റെ നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴത്തെ ബോണാണ്, മെയിൻ ബോണാണ് ടിബിയ എന്ന് പറയുന്നത്. ഇതിൻ്റെ മുകളിലത്തെ ബോണാണ് ഫീമർ. ഒരു സൈഡ് ബോണുണ്ട്, അതാണ് ഫിബുല. ഈ സൈഡ് ബോണിന് പ്രത്യേകിച്ച് വലിയ ഫങ്ഷനൊന്നുമില്ല, കാരണം അതൊരു വെയ്റ്റ് ബെയറിങ് എല്ലല്ല. മുട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഒറ്റ ആക്സിസിൽ മാത്രം മൂവ് ചെയ്യുന്ന ഒരു ജോയിൻ്റാണ്. അതായത് മുമ്പോട്ടും പുറകോട്ടും മാത്രമേ ഇത് മൂവ് ചെയ്യുള്ളൂ. അത് നമ്മുടെ തോളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഡയറക്ഷനിലും ഒരുവിധം റൊട്ടേഷനും ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ മുഴുവൻ ബോഡി വെയ്റ്റും താഴോട്ട് വരുന്നത് സ്പൈനിൽ നിന്ന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ഹിപ്പ് ജോയിൻറ്റിൽ കൂടി ഫീമർ ബോണിൽ വരും. അപ്പോൾ ഈ ഫീമർ ബോൺ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണാണ്. തൈ മസിൽസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ നിന്ന് താഴോട്ട് ഈ ടിബിയയിലോട്ടാണ് ഈ വെയിറ്റ് മുഴുവനും കൂടെ വരുന്നത്. അപ്പോൾ ഈ വെയിറ്റ്, ഇത് ദൈവം ഇതിനെ അത്ര സ്ട്രോങ് ആയിട്ടാണ് ഇതിന് ചുറ്റും പേശീതന്തുക്കൾ അഥവാ ലിഗമെൻസിനെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. ഇതിൽ നമ്മുടെ വണ്ടിക്കൊക്കെ ഷോക്ക് അബ്സോർബർ ഉള്ള പോലെ ഇതിന് 2 കുഷ്യൻസ് ഉണ്ട്. ഈ കുഷ്യനാണ് നമ്മുടെ കാർട്ടിലേജ്. ഈ കാർട്ടിലേജ് പോളിസാക്കറൈഡ് എന്ന് പറയുന്ന മൂക്കോപോളിസാക്കറൈഡ് എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതിനെ സൂത്തം ചെയ്യാനായിട്ട് ഇതിന് 2 വാഷർ, നമ്മളൊരു സാമാന്യ ഭാഷയിൽ പറഞ്ഞാൽ 2 വാഷറും 2 വള്ളിയും ദൈവം തന്നിട്ടുണ്ട്. അകത്ത് കൊടുത്തിരിക്കുന്ന ഈ വാഷറിലെ പ്രധാനപ്പെട്ട വാഷറാണ് മീഡിയൽ മെനിസ്കസ്, ലാറ്ററൽ മെനിസ്കസ്. 2 വള്ളിയിൽ ഒരു വള്ളി പുറകിൽ നിന്ന് മുന്നോട്ടും ഒരു വള്ളി മുമ്പിൽ നിന്ന് പുറകോട്ടും പോയിട്ടുണ്ട്. അതാണ് ആൻറ്റീരിയർ ക്രൂഷ്യൽ ലിഗമെൻറ്റ് മുന്നിലുള്ളതും പോസ്റ്റീരിയർ ക്രൂഷ്യൽ ലിഗമെൻറ്റ് പുറകിലുള്ളതും. ഇത് നമ്മുടെ മുട്ട് ചിരട്ടയാണ്. ഈ മുട്ട് ചിരട്ട മുകളിൽ നിന്ന് വരുന്ന ക്വാഡ്രിസെപ്സ് എന്ന് പറഞ്ഞ മസിൽ വന്ന് അവസാനിക്കുന്ന ഈ മുട്ട് ചിരട്ട താഴെ വന്ന് നമ്മുടെ ടിബിയയിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇത് പാറ്റല്ലാർ ലിഗമെൻ്റാണ്. ദൈവം ഇത് കൂടാതെ ഇതിനകത്തൊക്കെ കുറേ പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ആ പോക്കറ്റ്സ് ഈസി ആയിട്ട് നമ്മൾ മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനാണ് നമ്മൾ ബേഴ്സേ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പുറമേ ഉള്ള സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇവിടെ ലാറ്ററൽ കൊളാറ്ററൽ ലിഗമെൻ്റ് എന്ന് പറയുന്ന ഒരു സെറ്റ് പേശികൾ. ഇതൊരു ഒരു ഒരു എക്സാമ്പിൾ മാത്രമാണ്, കാരണം ഇത് നിറച്ചും പേശിതന്തുക്കളാണ്. ഈ സൈഡിലുള്ളത് മീഡിയൽ ലിഗമെൻറ്റ്, ഇത് ലാറ്ററൽ ലിഗമെൻറ്റ്. അപ്പോൾ ഇതിനകത്താണ് കാർട്ടിലേജ് ഇരിക്കുന്നത്. ഇനി ഇതിൻ്റെ പുറകുവശത്ത്, ഈ മുട്ടിൻ്റെ പുറകുവശത്താണ് നമ്മുടെ മെയിനായിട്ടുള്ള ബ്ലഡ് വെസൽസ്, രക്തക്കുഴലുകൾ, ആർട്ടറീസ്, വെയിൻസ്, നെർവ്സ് ഇതെല്ലാം പോകുന്നത്. ഇതിൽ നമ്മുടെ മെയിൻ മസിൽസ്, നമ്മുടെ തൈ മസിൽസ് വന്ന് അറ്റാച്ച് ചെയ്യുന്ന പോർഷനാണ് ഈ സൈഡിലത്തെ പോർഷൻ. ഇതിലെ ഈ മീഡിയൽ സൈഡിലെ പോർഷനിലാണ് മെയിനായിട്ടുള്ള മസിൽസ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ്. 90% രോഗികൾക്കും വേദന വരുന്നത് ഈ ഒരു പോർഷനിലാണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് വേദന എവിടെയാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ അനാറ്റമി നമ്മളെ സഹായിക്കും. നമുക്ക് നല്ല വ്യക്തമായിട്ടുള്ളൊരു ധാരണ അനാറ്റമി അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് മുട്ടുവേദനയുടെ കാരണം നമുക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ഇത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വരുന്നതെന്ന് ചോദിച്ചു. നമുക്കത് കുട്ടികളിലെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ, കുട്ടികളിൽ പലപ്പോഴും ആർത്രൈറ്റിസ്, ജുവനൈൽ ആർത്രൈറ്റിസ് അങ്ങനെ വരുമ്പോഴാണ് മുട്ടിനകത്ത് നീര് വരിക. പണ്ട് റുമാറ്റിക് ഫീവർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ റുമാറ്റിക് ഫീവർ ഇപ്പോൾ വളരെ റെയറായിട്ടേ കാണാറുള്ളൂ. ഈ റുമാറ്റിക് ഫീവർ നമ്മുടെ ഹാർട്ടിനെ ബാധിക്കുന്ന ഒരുതരം ഹൃദയവാതമാണ്. സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ കൊണ്ട് വരുന്ന ഒരു അസുഖമാണ്. അപ്പോൾ അതിൽ നമുക്ക് ഈ
പല സന്ധികൾക്ക് ആർത്രൈറ്റിസ് വരാം. അതുകൂടാതെയാണ് കൊച്ചുകുട്ടികളിൽ വരുന്ന ജുവനൈൽ റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. അത് റുമാറ്റിക് ഫാക്ടർ പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ട് വരുന്ന റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. ഇത് കൂടാതെ ഗ്രോത്തിനകത്ത് വരുന്ന കുറേ ഫാക്ടേഴ്സ് കൊണ്ട് നന്നായിട്ട് ഈ ബോൺ ഫോം ചെയ്യാതെ വരുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട്, വൈറ്റമിൻ സി ഡെഫിഷ്യൻസി ഉണ്ട്, റിക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങളും ചെറുപ്പ കാലത്ത് നമുക്ക് കാണാറുണ്ട്. പക്ഷേ നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ എപ്പോഴും നമ്മൾ ഒരു രണ്ടായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇത് കാറ്റഗറൈസ് ചെയ്യാം. ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ചെറുപ്പക്കാരിൽ വരുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ, പ്രത്യേകിച്ച് മലബാർ കോഴിക്കോട് ഏരിയയിൽ ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ആൾക്കാർ പോയി ഫുട്ബോൾ കളിക്കും, ഫുട്ബോൾ കളിച്ചിട്ട് ഈ ലിഗമെൻറ്റ് ഇഞ്ചേർഡ് ആവും. ഇത്രയും പരിഷ്കൃത രാജ്യങ്ങളിൽ ഇത്രയും ഇഞ്ചുറി റേറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതിന് പല കാരണങ്ങളുണ്ട്. അതിലൊരു പ്രധാന കാരണം എന്ന് പറയുന്നത്, നമ്മുടെ ഫുട്ബോൾ ഗ്രൗണ്ട് എന്ന് പറയുന്നതിന് അടിസ്ഥാനമായിട്ടുള്ള സൗകര്യങ്ങളില്ല. അവിടെ കല്ലും മണ്ണും ഒക്കെയാണ്. നമ്മളുടെ ടെക്നിക്സ് കളിക്കുന്നതിന് ശരിയായിട്ടുള്ള കോച്ചിങ് ഇല്ല. അവർ ശരിയായിട്ടുള്ള ഷൂസ് ഉപയോഗിക്കാറില്ല, മുട്ടിന് നീ ഗാർഡ് ഉപയോഗിക്കാറില്ല. അപ്പോൾ ഈ ടാക്ലിങ് ഒക്കെ ചെയ്യുമ്പോഴൊക്കെയാണ് പലപ്പോഴും ഈ മുട്ട് തിരിഞ്ഞു പോവുകയും മുട്ടിനകത്ത് ഉള്ള പ്രത്യേകിച്ചും മെനിസ്കസും ആൻറ്റീരിയർ ക്രൂഷ്യൽ ലിഗമെൻറ്റും ഇഞ്ചേർഡ് ആകുന്നത്. അപ്പോൾ ആ കാറ്റഗറി ആൾക്കാരാണ് യങ്ങായിട്ടുള്ള ആൾക്കാർ പ്രശ്നത്തിൽപ്പെടുന്നത്. രണ്ടാമത്തെ കാറ്റഗറി ആൾക്കാരെന്ന് പറയുന്നത് കുറച്ചുകൂടെ മധ്യവയസ്കരും മധ്യവയസ്കകളും, പ്രത്യേകിച്ച് ലേഡീസിന് ഒരു 50 വയസ്സിന് അടുത്ത് വരുമ്പോൾ, ആർത്തവം നിന്ന് കഴിഞ്ഞ് കഴിയുമ്പം ഇവർക്ക് കാൽഷ്യം ലെവല് ഭയങ്കരമായിട്ട് കുറവായിരിക്കും. അപ്പോൾ ഈ കാൽഷ്യം ലെവൽ കുറയുന്നതിൻ്റെ കൂടെ ഒബീസിറ്റി ഉണ്ടാവും. പിന്നെ ഹോർമോണൽ ഇംബാലൻസ് വരുമ്പം നമ്മുടെ എല്ലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഹോർമോൺസിൻ്റെ അളവ്, ഈസ്ട്രജൻ്റെ ലെവൽ കുറയുന്നത് കൊണ്ട് കാൽഷ്യം അടിയുന്നത് കുറയും, ലിഗമെൻറ്റിനുള്ള വീക്ക്നെസ് കൂടും, കാർട്ടിലേജിന് ഡാമേജ് വരും. അങ്ങനെയാണ് ഒസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന മുട്ടിൻ്റെ കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പല എല്ലാ ഏജ് ഗ്രൂപ്പിലും കാണാറുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് നമുക്ക് ക്ലിനിക്കൽ പ്രാക്ടീസിൽ വണ്ണമുള്ള 45 വയസ്സിനും മുതൽ അങ്ങോട്ടേക്ക് പ്രായമുള്ള സ്ത്രീകളിലാണ്. പുരുഷന്മാരിലും കാണാറുണ്ട്. പിന്നെ മുട്ടുവേദനയുടെ ഒരു കാരണം നമ്മളെപ്പോഴും ആർത്രൈറ്റിസ് പറയുമ്പോൾ ട്യൂബർക്കുലസ് ആർത്രൈറ്റിസ്, യൂറിക് ആസിഡ്, അതേപോലെ തന്നെ ഇൻഫെക്ഷൻസ്, ചില അപൂർവമായിട്ട് നമ്മളിതിനകത്ത് ക്യാൻസർ കൊണ്ടുള്ള പ്രശ്നങ്ങൾ കാണാറുള്ളൂ. യൂറിക് ആസിഡിൻ്റെ കാര്യം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം യൂറിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മൾ രണ്ട് രീതിയിൽ യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിലുണ്ടാവാം. ഒന്ന്, നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കന്, ഫിഷ്, മട്ടണ്, അങ്ങനത്തെ കാര്യങ്ങൾ അത് കൂടുതൽ അളവിൽ കഴിക്കുകയും ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ രക്തത്തിലെ യൂറിക് ആസിഡിൻ്റെ ലെവൽ കൂടും. അപ്പോൾ ഈ യൂറിക് ആസിഡിൻ്റെ ലെവൽ കൂടുമ്പോൾ ഈ യൂറിക് ആസിഡ് ഒരു പ്രത്യേക കോൺസെൻട്രേഷനിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ക്രിസ്റ്റലൈസ് ചെയ്യും. നമ്മളൊക്കെ പണ്ട് കെമിസ്ട്രിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഉപ്പ് നിറച്ചിട്ടുള്ള വെള്ളം തിളപ്പിച്ചിട്ടുള്ള ഒരു ലായനിയിൽ നമ്മളൊരു നുള്ള് ഉപ്പിടുമ്പോഴത്തേക്ക് ആ ഉപ്പ് മുഴുവനും ക്രിസ്റ്റലായിട്ട് മാറും. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മുടെ മുട്ടിനകത്തോ അല്ലെങ്കിൽ ആങ്കിൾ ജോയിൻറ്റിലോ തമ്പിലോ ഒക്കെ യൂറിക് ആസിഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. യൂറിക് ആസിഡ് ഡെപ്പോസിറ്റ് ചെയ്ത് ഭയങ്കര പെയിനാണ്. ആ പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് കാലനക്കാൻ പോയിട്ട് ഒരു കൊതുക് വന്നിരുന്നാൽ പോലും നമുക്ക് വേദന എടുക്കും. അത്രയ്ക്കും മാത്രം പെയിൻഫുള്ളാണ് യൂറിക് ആസിഡ്. അപ്പോൾ ഈ യൂറിക് ആസിഡ് ഒരു വിഭാഗം ആൾക്കാരിൽ ആഹാരത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഒരു വിഭാഗം ആൾക്കാരിൽ ബൈ ബർത്ത് യൂറിക് ആസിഡിനെ പ്രോസസ്സ് ചെയ്യാനായിട്ടുള്ള എൻസൈം കുറവാണെങ്കിൽ വരാം. അത് ജനറ്റിക്കലി ഫാക്ടർ ഉണ്ടാകുന്നതാണ്. അവർക്ക് ആഹാരം കഴിച്ചില്ലെങ്കിലും യൂറിക് ആസിഡ് കൂടി തന്നെ നിൽക്കും. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് യൂറിക് ആസിഡ് നമ്മുടെ മുട്ടുവേദന ഉണ്ടാകുവാനായിട്ടുള്ള പ്രധാന കാരണങ്ങൾ. ഏത് തരത്തിലുള്ള മുട്ടുവേദനയാണ്, എന്തൊക്കെ ടെസ്റ്റുകളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? യെസ്, അത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചു. യൂറിക് ആസിഡിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടാവാം, ഇൻഫെക്ഷൻസിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവാം, ആർത്രൈറ്റിസ് കൊണ്ടുണ്ടാവാം, അതേപോലെ തന്നെ തേയ്മാനം കൊണ്ടുണ്ടാവാം. അപ്പം ഇത് എന്താണെന്ന് അറിയുന്നതിനുള്ള ബേസിക് ഇൻവെസ്റ്റിഗേഷൻസ് നമ്മളൊരു ബ്ലഡിലെ CBC ESR,
യൂറിക് ആസിഡ്, ക്രിയേറ്റിനിൻ, അങ്ങനെ സിമ്പിളായിട്ടുള്ള ബേസിക് ഇൻവെസ്റ്റിഗേഷൻസ് പ്ലസ് നമ്മൾ ആർത്രൈറ്റിസിനുള്ള ആർത്രൈറ്റിക് പ്രൊഫൈല്, റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ടോ, റൊമാറ്റിക് ഫീവർ ഉണ്ടോ എന്നുള്ളത് അറിയാനായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകളാണ് ഒരുവിധം. ഈ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ സാധിക്കും. ഒക്കെ ഇതില്ല അതില്ല എന്നൊക്കെ. പിന്നെ നമ്മളൊരു കോമൺ എക്സ്റേ എടുക്കും. ഈ എക്സ്റേ എടുക്കുമ്പോൾ പലപ്പോഴും ഈവൻ ഡോക്ടേഴ്സ് പോലും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക്, കിടന്നുകൊണ്ട് എക്സ്റേ എടുക്കും. കിടന്നുകൊണ്ട് നമ്മൾ എക്സ്റേ എടുക്കുമ്പോൾ നമുക്ക് ഈ മുട്ടിലെ കാർട്ടിലേജ് തേഞ്ഞിട്ടുണ്ടോ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കില്ല. കാരണം കാർട്ടിലേജ് ഒരു കുഷ്യനാണ്, ഈ ബോണിൻ്റെ ഇടയ്ക്കുള്ളൊരു കുഷ്യനാണ് കാർട്ടിലേജ്. അപ്പോൾ ഇത് നിന്നുകൊണ്ട് നമ്മൾ 2 മുട്ടും കൂടെ ചേർത്ത് വെച്ചിട്ടൊരു എക്സ്റേ എടുക്കുമ്പോൾ നമുക്ക് ഈ കാർട്ടിലേജ് എത്ര ശതമാനം തേഞ്ഞിട്ടുണ്ട് എന്ന് അറിയാൻ സാധിക്കും. അതിനെ വെച്ചിട്ടാണ് നമ്മൾ പറയുക എത്ര ഗ്രേഡിലാണ് ഇത് തേഞ്ഞിരിക്കുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ഗ്രേഡ് 0, 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ റിഡക്ഷനേ ഉള്ളൂ, പക്ഷേ നമ്മുടെ ബോണിന് ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. രണ്ടാമത്തേതെന്ന് പറയുമ്പോൾ ബോണിന് ചേഞ്ചസ് വരും, ബോണിൻ്റെ എഡ്ജസ് എല്ലാം ഷാർപ്പായിട്ട് മാറും, അത് അകത്തെ ട്യൂബർക്കിളും ഷാർപ്പായിട്ട് മാറും. മൂന്നാമത്തേത് എന്ന് പറയുമ്പോൾ സിഗ്നിഫിക്കൻ്റായിട്ട് സ്പേസ് കുറഞ്ഞിരിക്കും, എന്നാൽ ഇത് രണ്ടും തമ്മിൽ ചെറിയൊരു സ്പേസ് ഉണ്ടാകുകയും ചെയ്യും. 4ാമത്തെ ഗ്രേഡിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഈ മുട്ട് ആകെ ഒരു വല്ലാത്ത ഒരു സ്റ്റേജിലാണ് എത്തുക. കാരണം മുട്ട് ചെരിഞ്ഞു പോകും. മുട്ടിൻ്റെ ഒരു ഭാഗം പലപ്പോഴും ഉൾഭാഗത്തെ 2 എല്ലുകൾ തമ്മിൽ കൂട്ടി ഉരസി നിൽക്കും. ഇങ്ങനെ എല്ലുകൾക്ക് തമ്മിൽ കൂട്ടി ഉരസി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള വേദനയാണ്. അപ്പം ഇതാണ് നമ്മളൊരു കോമൺ ആയിട്ട് നമ്മളൊരു പ്രായമുള്ള ഒരാൾ വരുന്നതെങ്കിൽ നമ്മൾ പറയും നിങ്ങളൊരു എക്സ്റേ എടുത്താൽ നമുക്കതിനകത്ത് ഡയഗ്നോസിസ് ഒരുവിധമൊക്കെ അറിയാൻ സാധിക്കും. പക്ഷേ പലപ്പോഴും ചിലരൊക്കെ 60 വയസ്സിലും 70 വയസ്സിലും ഒക്കെ MRI എടുത്തുകൊണ്ട് വരും. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 60 വയസ്സിലോ 70 വയസ്സിലോ ഒരു MRI എടുക്കുന്നത് നമ്മളൊരു പഴയ അംബാസഡർ കാർ പൊളിച്ചു നോക്കുന്ന പോലെയാണ്. പഴയ കാറാണെങ്കിലും കാർ ഓടിക്കൊണ്ടിരിക്കും, പക്ഷേ ആ കാറിൻ്റെ ബോണറ്റ് തുറന്ന് അതിൻ്റെ എൻജിൻ നോക്കുമ്പം എൻജിനകത്തുള്ള പല സാധനങ്ങളും തേഞ്ഞു പോയിട്ടുണ്ടാകും, റേഡിയേറ്ററിനകത്ത് ലീക്കാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മളൊരു 50 വയസ്സിന് മുകളിലുള്ള ഒരാളുടെ MRI എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ കുഴപ്പത്തിൽ കാണും. ഈ ഞാൻ മുമ്പ് പറഞ്ഞ 2 വാഷർ അതിനും ഡാമേജ് കാണും, പുറത്തുള്ള ലിഗമെൻ്റ് അതിനും ഡാമേജ് കാണും, ലിഗമെൻറ്റ്സ് രണ്ടും അകത്തുള്ള ആൻറ്റീരിയർ ക്രൂഷ്യൽ ലിഗമെൻറ്റും പോസ്റ്റ് ക്രൂഷ്യൽ ലിഗമെൻറ്റും ഒക്കെ പാർഷ്യലി റപ്ചറും ഒക്കെ കാണും. അതുകൊണ്ട് ഒരു പ്രായം ഉള്ള ആൾക്കാരിൽ ഒരു എക്സ്റേ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുവിധം ഒരു ചെറിയ ബ്ലഡ് ടെസ്റ്റുകളിലും കൂടെ നമുക്ക് മുട്ടുവേദനയുടെ കാരണം നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കും. പക്ഷേ യങ്ങായിട്ടുള്ള ആൾക്കാരിൽ അങ്ങനെയല്ല. അവർ ഫുട്ബോൾ കളിക്കുകയോ അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് കയറി പോകുമ്പോൾ മുട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്തു, വളരെ കോമൺ ആയിട്ട് ആൾക്കാർ വരാറുള്ളത്. അല്ലെങ്കിൽ ബസ്സിൻ്റെ പുറകെ ഓടി ബസ് ചാടിക്കയറി അന്നേരം പിന്നെ ഒരു കാലിന് ഭയങ്കര നീര് വന്നു, അതാ കാലിൽ ആ അന്നേരം വരുന്ന ഒരു ഇഞ്ചുറിയിൽ വരുന്ന ബ്ലഡാണ് അതിനകത്ത് കെട്ടണത്. ചില പേഷ്യൻസിലാണെങ്കിൽ നമുക്ക് ഒന്നും ഒരു പ്രത്യേകിച്ച് ഒരു റീസണും ഇല്ലാതെ മുട്ടിനകത്ത് വെള്ളക്കെട്ടുണ്ടാവും. അപ്പം മുട്ടിൻ്റെ അകത്തും നീര് കെട്ടാം, മുട്ടിൻ്റെ പുറമേ നീര് കെട്ടാം. മുട്ടിൻ്റെ പുറമേ നീര് കെട്ടുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഉൾഭാഗത്തുള്ള മസിലിൻ്റെ വലിച്ചിൽ. നമ്മൾ സ്പീഡിൽ നടക്കുക, ഓടുക, ചാടുക ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഹാംസ്ട്രിങ് മസിൽ പ്രത്യേകിച്ചും ഇത് സ്ട്രെയിൻഡ് ആവും. ഈ ഹാംസ്ട്രിങ് മസിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നത് ഉൾഭാഗത്താണ്, മുട്ടിൻ്റെ ഉൾഭാഗത്താണ്. അപ്പോൾ ആ ഉൾഭാഗത്തുള്ള വലിച്ചിൽ അതിൻ്റെ അടിയിലുള്ള ബേഴ്സയ്ക്കുള്ള നീര്, ഈ നീര് കാരണം നമുക്ക് വേദന അനുഭവപ്പെടും. അപ്പോൾ നമുക്കൊരു യങ്ങായിട്ടുള്ള പേഷ്യൻ്റാണ് വരുന്നതെങ്കിൽ നമ്മൾ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ അത് നോർമലായിട്ട് കണ്ടു എന്ന് വിചാരിക്കുക. പക്ഷേ ഈ പേഷ്യൻറ്റിനെ നമ്മൾ കാല് മടക്കാനൊക്കെ നമ്മൾ ശ്രമിക്കുമ്പോൾ കാല് മടങ്ങുന്നില്ലെങ്കിൽ 90% ഈ മെനിസ്കസ് ഇഞ്ചുറിയിലാണ് അങ്ങനെ വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു MRI എടുക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം. കാരണം യങ്ങായിട്ടുള്ള പേഷ്യൻസിന് ഇനിയും അനേക വർഷം ഈ മുട്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതാണ്. അപ്പോൾ അത് റിപ്പയർ ചെയ്യേണ്ടി വരും. അതിന് ചിലപ്പോൾ നമുക്ക് സർജറി വേണ്ടി വരും, ചിലപ്പോൾ ആർത്രോസ്കോപ്പി വേണ്ടി വരും, ചിലപ്പോൾ ഇതിനകത്തൊരു ലിഗമെൻ്റ് കൂടാതെ കാർട്ടിലേജും റിപ്പയർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് ആവശ്യമെങ്കിൽ മാത്രം MRI എടുക്കുക.
സാധാരണയായി മുട്ടുവേദനയ്ക്ക് ഏതൊക്കെ ചികിത്സാ രീതികളാണ് സാറ് പറയുന്നത്? ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, നമ്മൾ കുറേ ഇൻവെസ്റ്റിഗേഷൻസും ബ്ലഡ് ടെസ്റ്റും എക്സ്റേയും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം ചില പേഷ്യൻസിന് മുട്ടിനകത്ത് നീരുണ്ടാവും. അപ്പോൾ ആ നീര് നമ്മൾ വലിച്ചെടുത്ത് അതിന് ട്യൂബർക്കുലസ് ടെസ്റ്റും യൂറിക് ആസിഡ് ടെസ്റ്റും അതിനകത്ത് ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ള ടെസ്റ്റുകളും ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം ചെയ്ത് നമ്മൾ ഇതിന് ഒരു ഡയഗ്നോസിസിലെത്തുക. ഇതിൽ കോമൺ ആയിട്ട് വരുന്ന കണ്ടീഷനെ കുറിച്ച് ഞാൻ സംസാരിക്കാം. കാരണം ഇൻഫെക്ഷന്, ട്യൂബർക്കുലോസിസ് ഇതൊക്കെ റെയറായിട്ട് വരുന്ന സംഗതികളാണ്. ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന പ്രശ്നങ്ങൾ, ഒന്ന് ഇതിൻ്റെ ലിഗമെൻറ്റിന് വരുന്ന ഇഞ്ചുറി, മെനിസ്കസിന് വരുന്ന ഇഞ്ചുറി, ക്രൂഷ്യേറ്റ് ലിഗമെൻറ്റ്, ആൻറ്റീരിയർ ക്രൂഷ്യൽ ലിഗമെൻറ്റ്, പോസ്റ്റീരിയർ ക്രൂഷ്യൽ ലിഗമെൻറ്റ്, മെനിസ്കസ്, പുറത്തുള്ള കൊളാട്രൽ ലിഗമെൻറ്റ്സ്, ഇതിന് വരുന്ന ഇഞ്ചുറീസ്. രണ്ടാമത് പ്രായമാകുമ്പോൾ വരുന്ന ഒസ്റ്റിയോ ആർത്രൈറ്റിസ് അഥവാ തേയ്മാനം, മുട്ടിനകത്തെ തേയ്മാനം. മുട്ടിനകത്തെ തേയ്മാനം എന്ന് പറയുമ്പോൾ എല്ലിൻ്റെ അല്ല, അത് കാർട്ടിലേജിൻ്റെയാണ് ആ തേയ്മാനം. ഇനി ഇതിനുള്ള ചികിത്സാ രീതികൾ എന്ന് പറയുമ്പോൾ യങ്ങായിട്ടുള്ളവർക്കുള്ള ചികിത്സയല്ല പ്രായമുള്ളവർക്കുള്ളത്. യങ്ങായിട്ടുള്ള ആൾക്കാരിൽ ഒന്നുമില്ലെങ്കിൽ ഞാൻ ആദ്യമേ സൂചിപ്പിച്ച പോലെ പോക്കറ്റ്സ്, ഈ ബേഴ്സൊക്കെ ഉണ്ടാകുന്ന പെയിന്, പിന്നെ ലിഗമെൻസിനുണ്ടാകുന്ന സ്ട്രെയിന്, ഇതിന് ഒക്കെ ഏറ്റവും ഉത്തമമായിട്ട് നമുക്ക് ഫിസിയോതെറാപ്പി ചെയ്യാൻ പറ്റും. ഫിസിയോതെറാപ്പിയിൽ തന്നെ നമുക്ക് പല മൊഡാലിറ്റീസ് ഉണ്ട്. വേദന കുറയ്ക്കാനായിട്ടുള്ള ടെൻസ്, ഹീറ്റ്, ഇൻഫ്രാറെഡ് ലൈറ്റ്, പിന്നെ ഫാർ ഇൻഫ്രാറെഡ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സംഗതികൾ, ചില പേഷ്യൻസിന് ഷോക്ക് വേവ് തെറാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ്, ചില പേഷ്യൻസിന് ന്യൂറോലൈറ്റ് തെറാപ്പി എന്ന് പറഞ്ഞിട്ടുള്ളത്, ചില പേഷ്യൻസിന് ഈ ടെൻഡിനോപ്പതി വരുന്ന കേസുകളിൽ ലേസർ തെറാപ്പി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ പല ഫിസിക്കൽ മൊഡാലിറ്റീസ് കൊണ്ട് നമുക്ക് ഈ വേദനകൾ കുറയ്ക്കാൻ സാധിക്കും. ഫിസിക്കൽ മൊഡാലിറ്റീസ് കൊണ്ട് വേദന കുറച്ചതിന് ശേഷവും വേദനകൾ നിലനിൽക്കുന്നു എന്ന് വരികില്ല. ഓഫ് കോഴ്സ് നമുക്കിതിൻ്റെ കൂടെ ചില ആൾക്കാർക്ക് നമുക്ക് പെയിൻ കില്ലറുകൾ കൊടുത്താൽ മതിയാവും. ഈ പെയിൻ കില്ലർ കൊടുക്കുമ്പോൾ ഉള്ള ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുട്ടുവേദനയ്ക്കൊക്കെ ഏത് അസുഖത്തിനാണേലും നമ്മൾ പെയിൻ കില്ലറുകൾ കൊടുക്കുന്നത് ഒരു ലിമിറ്റ് കൂടുതൽ കൊടുക്കാൻ പാടില്ല. കാരണം പെയിൻ കില്ലറുകൾ എപ്പോഴും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് നമ്മുടെ കിഡ്നിയെ വിപരീതമായിട്ട് ബാധിക്കും. പലപ്പോഴും എൻ്റെ പ്രാക്ടീസിൽ കണ്ടുവരുന്ന ഒരു കാര്യം, പ്രായമുള്ള ആൾക്കാരൊക്കെ ഓവർ ദ കൗണ്ടർ ചെന്ന് മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് എനിക്ക് വേദനയ്ക്ക് മരുന്നതാ എന്ന് പറഞ്ഞ് ഈ പെയിൻ കില്ലർ ഓവറാൻ, സൈക്ലോഫെനാക്ക്, ഡൈക്ലോഫെനാക്ക് ഇങ്ങനത്തെ പെയിൻ കില്ലറുകൾ മേടിച്ച് കഴിക്കും. അത് കഴിക്കുമ്പോൾ നല്ല സുഖമാണ്, കാരണം അവരറിയുന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള പേഷ്യൻസ് പിന്നീട് കിഡ്നി ഡാമേജ് ആയിട്ടും കിഡ്നി ഫെയിലിയറായിട്ടും വരുന്നത് ഒരുപാട് കേസുകൾ അങ്ങനെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ അങ്ങനെ റെക്കമെൻഡ് ചെയ്യാറില്ല. ഒരു മാക്സിമം ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം. അത് തന്നെ നമുക്ക് മറ്റ് ഫാക്ടേഴ്സ് കുഴപ്പമുണ്ട്. ഇപ്പോൾ ഒരുപാട് ലോങ് സ്റ്റാൻഡിങ് ഡയബറ്റീസ് ഉള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും കിഡ്നി അത്ര നല്ല ഫങ്ഷൻ ആയിരിക്കില്ല. കിഡ്നിയുടെ ക്രിയേറ്റിൻ നമ്മൾ നോക്കുമ്പോൾ നോർമലായിരിക്കും, പക്ഷേ നമ്മൾ പെയിൻ കില്ലർ കൊടുക്കുമ്പോൾ ഈ കിഡ്നി പെട്ടെന്ന് ഫെയിലാവാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് കഴിയുന്നതും വളരെ കുറച്ച് ഷോർട്ട് പീരീഡിൽ മാത്രം പെയിൻ കില്ലറുകൾ കൊടുക്കുക. അതിൽ തന്നെ നമ്മൾ സേഫ് ആയിട്ടുള്ള പെയിൻ കില്ലറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോളോ അല്ലെങ്കിൽ പാരസെറ്റമോള്, അതിൻ്റെ കൂടെ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ട്രാമഡോള്, ഇതൊന്നും നമ്മളെ കിഡ്നിയെ ബാധിക്കില്ല. പക്ഷേ ലിവറിന് കുഴപ്പമില്ലാത്ത ആൾക്കാർക്കായിരിക്കണം പാരസെറ്റമോൾ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു ലിമിറ്റിൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. രണ്ടാമത്തെ തരം ചികിത്സയാണ് ആദ്യം നമുക്ക് പെയിൻ കില്ലറുകൾ, രണ്ടാമത് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഫിസിയോതെറാപ്പി മൊഡാലിറ്റീസ്, മൂന്നാമത് നമുക്ക് ഇഞ്ചക്ഷൻ ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഈ ഇഞ്ചക്ഷൻ ട്രീറ്റ്മെൻറ്റുകളെ കുറിച്ച് ഒന്ന് വിശദീകരിച്ച് പറയാമോ? യെസ്, ഇഞ്ചക്ഷൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് ആൾക്കാർക്കുള്ള ഒരു ധാരണ, ഡോക്ടർ മുട്ടിനകത്ത് ഒരു സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ കൊടുക്കും എന്നാണ്. എല്ലാവർക്കും അറിയാം, സ്റ്റിറോയിഡ് എന്ന് പറയുന്നത് നമുക്കൊരു ലോങ് ടൈമിൽ യൂസ് ചെയ്യാൻ നമുക്ക് നല്ലൊരു സാധനമല്ല. പ്രത്യേകിച്ചും വെയ്റ്റ് ബെയറിങ് ഉള്ള ജോയിൻറ്റിൽ നമുക്ക് ഇത് സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഇഞ്ചക്ഷൻസിനെ നമുക്ക് പല ഇതായിട്ട് തിരിക്കാം. ഒന്ന് സ്റ്റിറോയിഡൽ ടൈപ്പ് ഓഫ് ഇഞ്ചക്ഷൻസ്, പിന്നെ നോൺ സ്റ്റിറോയിഡൽ ടൈപ്പ് ഓഫ് ഇഞ്ചക്ഷൻസ്. നോൺ സ്റ്റിറോയിഡൽ ഇഞ്ചക്ഷൻസിൽ ആദ്യത്തെ കാറ്റഗറിയിൽ റീജനറേറ്റീവ് ഇഞ്ചക്ഷൻ ട്രീറ്റ്മെൻറ്റ്. റീജനറേറ്റീവ് ഇഞ്ചക്ഷൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീജനറേറ്റ് ചെയ്യിക്കുക. അപ്പോൾ നമ്മൾ എന്താണ് റീജനറേറ്റ് ചെയ്യിക്കേണ്ടത്? അത് ലിഗമെൻസിനെ ആവാം, കാർട്ടിലേജിനെ ആവാം, ഇതില്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ചേർത്തും ആവാം. അപ്പോൾ ലിഗമെൻസിനെ നമ്മൾ റീജനറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല ഒരു കാര്യം എന്ന് പറയുന്നത് ഡെക്സ്ട്രോസ് പ്രൊലോതെറാപ്പി എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. പ്രൊലോ മീൻസ് പ്രോളിഫറേറ്റ് ചെയ്യിക്കുക. എന്തിനാണ് നമ്മൾ പ്രോളിഫറേറ്റ് ചെയ്യിക്കുന്നത്?
നമ്മൾ പേശീതന്തുക്കൾ അഥവാ ലിഗമെൻറ്റിനെയാണ് പ്രോളിഫറേറ്റ് ചെയ്യിക്കുക. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അനാറ്റമി അറിയാവുന്ന ഒരാൾക്ക്, ഒരു ഡോക്ടർക്ക് മീഡിയൽ കൊളാറ്ററൽ ലിഗമെൻറ്റ്, കൊറോണൽ ലിഗമെൻറ്റ്, ക്രൂഷ്യേറ്റ് ലിഗമെൻറ്റ്, പോസ്റ്റീരിയർ ക്രൂഷ്യേറ്റ് ലിഗമെൻറ്റ്, മെനിസ്കസ്, ഇതിനെല്ലാം നമുക്ക് ഈ ഡെക്സ്ട്രോസ് പ്രൊലോതെറാപ്പി ചെയ്ത് ഇതിനെ റീജനറേറ്റ് ചെയ്യിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ആ ഒരു സെറ്റ് ഓഫ് ഇഞ്ചക്ഷൻസിന് ആണ് റീജനറേഷൻ ഇഞ്ചക്ഷൻസ് എന്ന് പറയാം. രണ്ടാമത്തെ റീജനറേറ്റീവ് ഇഞ്ചക്ഷൻ കാറ്റഗറിയാണ് PRP. PRP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ. നമുക്കെല്ലാം അറിയാവുന്ന പോലെ നമ്മുടെ ബ്ലഡിൽ നമുക്ക് പ്ലാസ്മ എന്ന് പറയുന്ന ബേസിനകത്താണ് ഈ RBCs, ചുവന്ന ശ്വേതാണുക്കൾ, വെളുത്ത ശ്വേതാണുക്കൾ, പ്ലേറ്റ്ലെറ്റ് തുടങ്ങിയ സാധനങ്ങളെല്ലാം ഉള്ളത്. ഇതിനകത്തെ പ്ലേറ്റ്ലെറ്റ് മാത്രമായിട്ട് നമ്മൾ വേർതിരിച്ചെടുക്കും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വേർതിരിച്ചെടുക്കുന്നത് സെൻട്രിഫ്യൂജ് ചെയ്തിട്ടാണ് എടുക്കുക. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് സെൻട്രിഫ്യൂജ് ചെയ്ത് എടുത്തു കഴിയുമ്പം ഇതിനകത്ത് മുകളിലത്തെ ലെവല് പ്ലേറ്റ്ലെറ്റ് പുവർ പ്ലാസ്മയും താഴത്തെ ലെവല് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മയാണ്. അപ്പോൾ പ്രത്യേക ടെക്നിക്ക് വഴി ഈ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ നമ്മൾ വലിച്ചെടുക്കും. അതൊരു 8 ml ബ്ലഡ് എടുത്താൽ ഏകദേശം ഒരു 2 ml ബ്ലഡ് നമുക്ക് കിട്ടും. ആ ബ്ലഡ് എടുത്ത് നമ്മുടെ മുട്ടിനകത്ത് ഇഞ്ചക്ഷനായിട്ട് കൊടുക്കുന്നതാണ് PRP ഇഞ്ചക്ഷൻ. PRP ഇഞ്ചക്ഷൻ പല സെൻറ്ററുകളിലും വളരെ ഹ്യൂജായിട്ടൊരു 10,000-15,000 രൂപയിലൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ നമുക്കൊരു 5,000 റുപ്പീസിലൊക്കെ നമുക്ക് PRP ഇഞ്ചക്ഷൻസ് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഡെക്സ്ട്രോസ് പ്രൊലോതെറാപ്പിക്ക് ഈവൻ വളരെ നിസ്സാരമായ ചിലവേ ഉള്ളൂ. 700-800 അല്ലെ 1000 രൂപയെ താഴെ നമുക്ക് ഇഞ്ചക്ഷൻസ് ഉള്ളൂ. ഇതാണ് നമുക്ക് 2 ടൈപ്പ് ഇഞ്ചക്ഷൻസ്. മൂന്നാമത്തത് നമ്മുടെ കാർട്ടിലേജ് ഞാൻ പറഞ്ഞിരുന്നു, അത് മ്യൂക്കോപോളിസാക്രൈഡ് കൊണ്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഘടന, ഈ ഒരു സോഫ്റ്റ്നെസ് കുറേ കാലം കഴിയുമ്പോൾ നഷ്ടപ്പെടും പ്രായമാകുമ്പോൾ. അപ്പോൾ ഈ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടുമ്പോൾ നമ്മൾ വിചാരിക്കൊക്കെ ഗ്രീസ് ഇടുന്ന പോലെ അല്ലെങ്കിൽ ഓയിൽ ഇടുന്ന പോലെ ഒരു പ്രത്യേക തരം വിസ്കസ് ആയിട്ടുള്ള ഫ്ലൂയിഡ്, അത് തിക്കായിട്ട് ഗ്രീസ് പോലെ ഇരിക്കും. ആ സാധനം നമുക്ക് മുട്ടിനകത്ത് ഇഞ്ചക്ഷനായിട്ട് കൊടുക്കാൻ പറ്റും. അതിന് ആണ് നമ്മൾ സോഡിയം ഹൈലൂറോണേറ്റ് ഇഞ്ചക്ഷൻ അഥവാ വിസ്ക് ഇഞ്ചക്ഷൻസ് എന്ന് പറയുക. അപ്പോൾ ഈ സോഡിയം ഹൈലൂറോണേറ്റ് ഇഞ്ചക്ഷൻസ് നമുക്കത് എക്സ്പെൻസീവാണ്. കാരണം അത് 7,500 മുതൽ ഏകദേശം 15,000 രൂപ വരെ അതിന് ചിലവ് വരും ഈ വിസ്കസ് ഇഞ്ചക്ഷൻ നമ്മുടെ മുട്ടിനകത്ത് ചെയ്യാനായിട്ട്. ഇത് കൂടാതെ വളരെ കുറേ കൂടെ ഈ PRP ഇഞ്ചക്ഷന് കഴിഞ്ഞ അടുത്ത ലെവലിലേക്ക് സ്റ്റെം സെൽ ഇഞ്ചക്ഷൻസ് വന്നിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിലെ മൂലകോശങ്ങളെ വേർതിരിച്ചെടുത്ത് അതിനെ വളർത്തിയെടുത്ത് അത് ഇഞ്ചക്ഷനായിട്ട് കൊടുത്ത് കാർട്ടിലേജിനെ പുനരുജ്ജീവിപ്പിക്കുന്ന ട്രീറ്റ്മെൻറ്റാണ് സ്റ്റെം സെൽ ഇഞ്ചക്ഷൻ. പക്ഷേ ഈ സ്റ്റെം സെൽ ഇഞ്ചക്ഷൻ ഭയങ്കര എക്സ്പെൻസീവാണ്. ഒരു സ്റ്റെം സെൽ ഇഞ്ചക്ഷൻ ഏകദേശം 75,000 രൂപയോളമൊക്കെ ചാർജ് വരാറുണ്ട്. കാരണം ആ ടെക്നോളജി ഇപ്പോഴും സർവ്വസാധാരണമായിട്ടില്ല. അത് കുറച്ചുകൂടെ കോമൺ ആകുമ്പം ഒരു പക്ഷേ അതിൻ്റെ റേറ്റ്സ് ഇനിയും താഴാനായിട്ട് സാധ്യതയുണ്ട്. ഇത് കൂടാതെയുള്ളൊരു ഇഞ്ചക്ഷനാണ് ഓസോൺ ഇഞ്ചക്ഷൻ. ഓസോൺ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്. O2 ഈസ് ഓക്സിജൻ, O3 ഈസ് ഓസോൺ. O2നെ നമ്മൾ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്ത് ഇട്ട് കഴിയുമ്പോൾ ഓസോൺ ഉണ്ടാവും. അപ്പോൾ ഇത് ആ പുറത്ത് വരുന്ന ഗ്യാസിനകത്ത് ഒരു ചെറിയ പെർസെൻറ്റേജ് ഓസോണും ചെറിയ പെർസെൻറ്റേജ് കൂടുതലും ഓക്സിജനുമാണ്. നമ്മുടെ ശരീരത്തിൽ നമുക്ക് എല്ലാ സെല്ലുകൾക്കും ജീവവായു എന്ന് പറയുന്നത് ഓക്സിജനാണ്. അപ്പോൾ ഈ ഓക്സിജൻ നമ്മൾ ഓസോൺ ഇഞ്ചക്ഷനായിട്ട് ഗ്യാസായിട്ട് നമ്മൾ മുട്ടിനകത്ത് കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പം ഈ ഓസോണിനകത്തുള്ള നെയ്സൻ്റ് ഓക്സിജൻ റിലീസ് ചെയ്തിട്ട് അത് നമ്മുടെ മുട്ടിനകത്തുള്ള ഇൻഫെക്ഷനെയും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, ഫംഗൽ ഇൻഫെക്ഷൻ, ഇതിനെയൊക്കെ നമുക്ക് ചെറുക്കാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് സൈഡ് ഇഫക്റ്റ് ഇല്ലാത്ത സേഫായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. ഈ ട്രീറ്റ്മെൻ്റ് എല്ലാം തന്നെ നമുക്ക് നമ്മളുടെ ഇതിൽ ചെയ്യാൻ നമുക്ക് പറ്റാറുണ്ട്. ഇതിന് അത്ര വലിയൊരു എക്സ്പെൻസീവായിട്ടുള്ള കാര്യങ്ങളല്ല. പക്ഷേ എന്നിരുന്നാലും കുറേ പേഷ്യൻസിന് നമുക്ക് സർജറിക്കൊക്കെ പോകേണ്ടി വരും. മുട്ടുവേദനയുള്ളൊരു രോഗി ജീവിതശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്? അത് വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് പറയാം. മുട്ടുവേദന ഞാൻ മുമ്പ് സൂചിപ്പിച്ചു. അത് പലപ്പോഴും പ്രായമുള്ള ആൾക്കാരിൽ വരുന്നത് ഒബീസിറ്റിയും ഹോർമോണൽ ഇംബാലൻസും ഒക്കെ ഉണ്ടാകും. അപ്പോൾ മുട്ടുവേദന നമുക്ക് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ വളരെ നന്നായിട്ട് ആദ്യം മുതലേ തന്നെ മുട്ടിൻ്റെ എക്സർസൈസസ് ചെയ്യുക. മുട്ടിന് നമ്മൾ എക്സർസൈസ് ചെയ്യുമ്പോൾ നമുക്ക് തെറാബാൻഡ്, റബ്ബർ ബാൻഡ് പോലത്തെ തെറാബാൻഡ് എക്സർസൈസസ്, ആംഗിൾ വെയ്റ്റ്സ് ഇട്ടിട്ടുള്ള എക്സർസൈസസ്, അങ്ങനെ ഒരുപാട് എക്സർസൈസസ് നമുക്ക് അവൈലബിളാണ്, പ്രത്യേകിച്ച് ഇൻ്റർനെറ്റിൽ. അപ്പോൾ അത് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സഹായത്താൽ കൃത്യമായിട്ടുള്ള എക്സർസൈസസുകൾ പഠിക്കുക, ചെയ്യുക.
ചില പേഷ്യൻസിന് മുട്ട് വളഞ്ഞു പോകും. അങ്ങനെ വളഞ്ഞു പോകുന്ന പേഷ്യൻസിന് ഈ വളവ് നിവർത്താനായിട്ട് പ്രത്യേകതരം സ്പ്ലിൻറ്റ് കിട്ടും. ഓസ്റ്റിയോ ആർത്രൈറ്റിക് ടൈപ്പ് സ്പ്ലിൻസ് കിട്ടും. അതേപോലെ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ചെരുപ്പ് ഇടാനായിട്ട് അത് റെക്കമെൻഡ് ചെയ്യുക. അധികം നേരം നിൽക്കരുതെന്ന് പറയുക. അവരുടെ ജീവിത സ്റ്റൈലിൽ ഒരു മാറ്റങ്ങൾ വരുത്തുക, വണ്ണം കുറയ്ക്കുക, ഫുഡ് നിയന്ത്രിക്കുക, ഈ വക കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കും. മുട്ടുവേദനയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്കിന്ന് സാറിൻ്റെ അടുത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. താങ്ക് യു സാർ. മറ്റൊരു വിഷയവുമായി പുതിയൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നത് വരെ നന്ദി, നമസ്കാരം.